ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു 1/2026 നോട്ടിഫിക്കേഷനാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ വായു റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ തുടങ്ങുന്നത് 2025 ജനുവരി 7 മുതൽ 2025 ജനുവരി 27 അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. അപ്പം ഓൺലൈൻ എക്സാമിൻ്റെ ഡേറ്റും നോട്ടിഫിക്കേഷൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. 2025 മാർച്ച് 22 മുതലാണ് ഓൺലൈൻ എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത്, നമുക്കറിയാം അൺമാരീഡ് ആയിട്ടുള്ള ഇന്ത്യൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ആദ്യം നോക്കുന്നത്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. 2005 ജനുവരി 1 2008 ജൂലൈ 1 ജനിച്ചവർക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഡേറ്റുകൾക്ക് ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 21 വയസ്സാണ്. ഇനി ഇവിടെ മെറിറ്റൽ സ്റ്റാറ്റസും പിന്നെ പ്രഗ്നൻസിയും കൊടുത്തിട്ടുണ്ട്. അതായത് പെൺകുട്ടികൾ ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതല്ല. അവർ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സയൻസ് സബ്ജക്റ്റ് നമുക്കറിയാം ഗ്രൂപ്പ് എക്സ് ആണ് സയൻസ് സബ്ജക്റ്റ്. അപ്പോൾ സയൻസ് സബ്ജക്റ്റിന് വേണ്ടത് +2 മാത്തമാറ്റിക്സും ഫിസിക്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ്. നമുക്ക് ടോട്ടലായിട്ട് +2ന് 50% മാർക്ക് നേടുകയും വേണം. കൂടാതെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് 50% മാർക്ക് നേടിയിരിക്കണം. അല്ലെങ്കിൽ ഗ്രൂപ്പ് എക്സലൻ്റ് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതായത് എൻജിനീയറിംഗ് ഡിപ്ലോമ. ഇവിടെ പറയുന്ന ബ്രാഞ്ചസ് ഇവിടെ പറയുന്നുണ്ട്: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി. ഈ ഒരു ബ്രാഞ്ചുള്ളവർക്ക് മാത്രമേ ഈ ഒരു 3 ഇയർ ഡിപ്ലോമ എൻജിനീയറിംഗ് ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രൂപ്പ് എക്സിൻ്റെ മറ്റൊരു ക്വാളിഫിക്കേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. VHSC പഠിച്ചവർക്ക് അവർക്കും ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. കൂടാതെ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. ടോട്ടലായിട്ട് VHSCയിൽ 50% മാർക്ക് നേടിയിരിക്കുകയും വേണം. കൂടാതെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് 50% മാർക്ക് നേടിയിരിക്കണം. നെക്സ്റ്റ്, അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈ. അപ്പോൾ ഇതിലേക്ക് പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് +2 പാസ്സായാൽ മതി. അതിൽ ടോട്ടലായിട്ട് 50% മാർക്ക് നേടിയിരിക്കണം. ഇംഗ്ലീഷിന് 50% മാർക്കും വേണം. അതായത് ഇവിടെ +2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമാനിറ്റീസ് ആവാം, കൊമേഴ്സ് ആവാം, സയൻസ് ആവാം. അപ്പോൾ സയൻസ് എടുത്തവർക്ക് സയൻസ് സബ്ജക്റ്റിലേക്ക് അഥവാ ഗ്രൂപ്പ് എക്സിലോട്ടും ഗ്രൂപ്പ് വൈയിലോട്ടും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് VHSC ആണ്. അപ്പോൾ VHSC ടോട്ടൽ 50% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ ഇംഗ്ലീഷിനും 50% മാർക്ക് നേടിയിരിക്കണം. നെക്സ്റ്റ്, മാൻഡേറ്ററി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അഗ്നിവീർ വായുവിന് വേണ്ട ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റിന് 152 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും 152 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നോർത്ത് ഈസ്റ്റിൻ്റെയും പിന്നെ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ലക്ഷദ്വീപ് അവരുടെയൊന്നും ഹൈറ്റ് നമുക്കിവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റ് ആണ്. നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റ് വേണം. പിന്നെ ചെസ്റ്റ്, ഇപ്പോൾ ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് 77 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് പറഞ്ഞത്. അതിൽ 5 സെൻറ്റിമീറ്റർ നമുക്ക് വികസിപ്പിക്കാനുള്ള കഴിവും കൂടെ വേണം. നെക്സ്റ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് ഇത്ര വേണമെന്ന് പറയുന്നില്ല, പക്ഷേ 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ കഴിയണം. ഇനി ഇവിടെ ഹിയറിംഗ് കപ്പാസിറ്റി പറയുന്നുണ്ട്. ഡെൻ്റൽ പോയിൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. 14 ഡെൻ്റൽ പോയിൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. പിന്നെ ഗുഡ് ഹെൽത്ത് ആയിരിക്കണം. നെക്സ്റ്റ്, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നുണ്ട്. നമുക്കറിയാം 4 വർഷത്തേക്കാണ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുക. അതിനുശേഷം 25% ആൾക്കാരെ ഇവിടെ പെർമനൻ്റ് ആക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഇവിടെ ലീവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആനുവൽ ലീവ് 30 ദിവസമാണ്. പിന്നെ സിക്ക് ലീവ് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് സിക്ക് ലീവ് ലഭിക്കുന്നതാണ്.
നെക്സ്റ്റ് പേ ആൻഡ് അലവൻസ് ആണ്. നമുക്കറിയാം അഗ്നിവീർ സ്കീം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 30,000 രൂപയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അതിൽ കയ്യിൽ കിട്ടുന്നത് 21,000 രൂപ. ദെൻ നമുക്ക് കോൺട്രിബ്യൂഷൻ ടു അഗ്നിവീർ കോപ്സ് ഫണ്ട് അതിലേക്ക് 9,000 രൂപ മാറ്റിവെക്കും. ഈ ഒരു ടേബിൾ നോക്കുക, നമുക്ക് എത്രയാണ് 4 വർഷം കൊണ്ട് ലഭിക്കുന്ന സാലറി എന്ന് നമുക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. സോ നമുക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് 10.04 lakhs നമുക്ക് പിരിഞ്ഞു പോരുമ്പോൾ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് എക്സാമിനേഷൻ ആണ്. ഫസ്റ്റ് നമുക്കറിയാം ഓൺലൈൻ ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ടെസ്റ്റിന് ഇവിടെ പറയുന്നത് സ്മാർട്ട് ഫോണ്, മൊബൈൽ ഫോണ്, ഇലക്ട്രോണിക് ഡിവൈസസ് എന്നിവയൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ്ലി എന്ത് ചെയ്യും, നമ്മളെ എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യും. സോ ഇനി നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഗ്രൂപ്പ് എക്സിന് 60 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും. അതിൽ ഫിസിക്സും മാത്സും ഇംഗ്ലീഷ് പേപ്പറും ആയിരിക്കും ഉണ്ടായിരിക്കുക. +2 ബേസ് ചെയ്തിട്ടുള്ള +2 CBSE ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് അഥവാ ഗ്രൂപ്പ് വൈക്ക് 45 മിനിറ്റിൻ്റെ എക്സാം ആണ്. അതിൽ ഇംഗ്ലീഷും രാഗയാണ് ഉണ്ടാവുക, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. ഗ്രൂപ്പ് എക്സിലേക്കും ഗ്രൂപ്പ് വൈയിലോട്ടും അപ്ലൈ ചെയ്തവർക്ക് 85 മിനിറ്റിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. അതിൽ ഫിസിക്സ് ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, കൂടാതെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് പേപ്പറും ഉണ്ടാവും. ഇനി മാർക്ക് ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതം ഉണ്ടാവും. നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് 0 മാർക്കാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിട്ടിയ മാർക്കിൽ നിന്നും 0.25 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. നെക്സ്റ്റ് phase 2 ആണ്. അപ്പോൾ phase 1 ആയ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തത് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതിനുശേഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും പിന്നെ മെഡിക്കലൊക്കെയാണ് phase 2-ൽ വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് 8 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് 2 ആണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. 10 പുഷപ്പ് അതിന് 1 മിനിറ്റിൽ സമയം ലഭിക്കും. 20 സിറ്റപ്പിന് 1 മിനിറ്റ് സമയം ലഭിക്കും. 20 ക്വാഡ്സിനും 1 മിനിറ്റ് സമയമാണ് ലഭിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 സിറ്റപ്പിന് 1 മിനിറ്റും 30 സെക്കൻഡും ലഭിക്കും. 15 സ്ക്വാഡ്സിന് 1 മിനിറ്റുമാണ് സമയം ലഭിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് agnipadvayu.cdac.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്ന് 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കയ്യിൽ വേണം. പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ 3 ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ VHSCയുടെ സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ഫോട്ടോയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോട്ടോ 2024 നവംബറിന് മുന്നേ ഉള്ള ഫോട്ടോ ആയിരിക്കരുത്. ഇനി ഫോട്ടോയുടെ സൈസ് 10 KB മുതൽ 50 KB വരെ സൈസ് ആയിരിക്കണം. ഇനി ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പോലെ എയർഫോഴ്സ് നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യമാണ്, കറുത്ത സ്ലേറ്റ് നമ്മുടെ നെഞ്ചിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. ആ സ്ലേറ്റിൽ നമ്മുടെ പേരും എന്നാണോ ഫോട്ടോ എടുത്ത ദിവസം അതുകൂടെ അതിൽ ടൈപ്പ് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കാൻഡിഡേറ്റ്സിൻ്റെ തമ്പ് ഇംപ്രഷൻ, പിന്നെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. പിന്നെ എക്സാമിനേഷൻ ഫീ ഇവിടെ പറയുന്നുണ്ട് 550 രൂപയാണ്, ഇൻക്ലൂഡിങ് GST ആണ് പറയുന്നത്. എല്ലാവർക്കും ഫീസ് ഉണ്ട്, ആർക്കും ഫീസ് ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഡേറ്റ് ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 2025 ജനുവരി 7 മുതൽ ക്ലോസ് ചെയ്യുന്നത് 2025 ജനുവരി 27-നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തഹസിൽദാർ അടുത്തുനിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. സോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ആവുള്ളൂ. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എക്സാം പാസ്സായിട്ടുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാം അടുപ്പിച്ച് പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങുക.